റോമാലേഖനം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ബാക്കിയുള്ള അല്പസമയം അതിലൂടെ നിങ്ങളെ പെട്ടെന്ന് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് ഇരുപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനത്തിൻ്റെ പഠനം എനിക്ക് വ്യക്തിപരമായ ഒരു അനുഗ്രഹമായിരുന്നു. നിങ്ങളിൽ ചിലർക്ക് അതൊരു അനുഗ്രഹമായിരുന്നു. ലോകത്തിൽ പലയിടങ്ങളിലുള്ളവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നും ഇരിക്കുന്നുവല്ലോ. നമ്മളിത് ചിന്തിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോ വാക്കിലൂടെ പെട്ടെന്നൊന്ന് പോകുമ്പോൾ റിഫ്രഷ്ഡ് ആകും നിങ്ങൾ. അടുത്ത ആഴ്ച പിന്നെയും നമുക്ക് ഇതിൽ തന്നെ മടങ്ങി വരണം. 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇതൊരു വലിയ പഠനത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. എന്നാൽ ഇവിടെയുള്ള മിക്കവർക്കും ഓൺലൈനിൽ നമ്മൾ കേൾക്കുന്നവർക്കും കാര്യങ്ങൾ അറിയാമെന്നത് കൊണ്ട് അധികം മുഖവര കൂടാതെ നമുക്കത് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അങ്ങനെയാണ് തുടങ്ങുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ കാതലായ ഒരു ഉപദേശ സത്യമാണ്. റോമാലേഖനം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ് പറയുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ ആദാമ്യ പാപം നിമിത്തം ഒറ്റ മനുഷ്യനും നിൽപ്പാൻ കഴിയുകയില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. സാഹചര്യം അങ്ങനെ ആയിരിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21 വരെ ദൈവം ആളുകളെ നീതീകരിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ്, അഭക്തരെ ദൈവം നീതീകരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ഒരൊറ്റ മനുഷ്യനെ വിശുദ്ധനായ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, സ്വീകരിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ദൈവം യേശുക്രിസ്തുവിലൂടെ ആളുകളെ സ്വീകരിക്കുന്നു. നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്നവരെ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുന്നു. അതാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ കാതലായ ഉപദേശം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ ഉള്ള വാക്യങ്ങളിലാണ് തുടങ്ങുന്നത്. ഈ കാതലായ ഉപദേശം അറിയത്തില്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ, ദൈവം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാതലായ കാര്യങ്ങൾ മനസ്സിലാകാതെ ഇരിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന, അപേക്ഷ, നമ്മളെല്ലാവരും ഉത്സാഹത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ
കർമ്മപ്രവർത്തികളിലൂടെയല്ല, വിശ്വാസത്താലാണ്. ക്രിസ്തുവേശു ചെയ്യാനുള്ളതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. ആ യാഗമരണത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ മാത്രമേ ദൈവം പാപികളായ മനുഷ്യരെ സ്വീകരിക്കുകയുള്ളൂ. അതാണ് ആദ്യത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നോക്കി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അപ്പം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ ഒന്നും ആത്മരക്ഷ തരാൻ കഴിയുകയില്ല. യേശുക്രിസ്തു മൂലമാണ് പിതാവാം ദൈവം പാപികളാകുന്ന നമ്മളെ നീതീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്, കൈക്കൊള്ളുന്നത്. മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തിയാലുമല്ല. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ് അലോൺ, ബൈ ഫെയ്ത്ത് അലോൺ. ഞാൻ ചില ആളുകളോട് സുവിശേഷം പറയുവാനായിട്ട് കർത്താവ് എനിക്കൊരു നടത്തിപ്പ് തന്നു. ഒരു ഷോപ്പിലാണ്. ഞാനൊരു പ്രാവശ്യം ഇവിടെ പറഞ്ഞത് ഈ തരുണത്തിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 2 സഹോദരിമാരുമുണ്ട്, 2 സഹോദരന്മാരുമുണ്ട്. ആ ഷോപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പല വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളയാളാണ്. എന്നാൽ ബാക്കി 3 പേരിൽ ചിലർ അക്രൈസ്തവരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവരുടെ ബാഹ്യമായിട്ടുള്ള ചില ക്രമീകരണങ്ങളിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്. സംഭാഷണം ഇങ്ങനെ മുന്നേറി. എനിക്കൊരു നിയോഗമുണ്ടായി. ഞാൻ ഈ യൗവനക്കാരനായ അവരുടെ ഇടയിലെ പ്രധാനപ്പെട്ട ആളിനോട് ചോദിച്ചു, സഹോദര, ഏതായാലും നമ്മുടെ ഈ ലോകവാസം കഴിഞ്ഞ് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടും, നമ്മൾ മരിക്കും. താങ്കൾ എവിടെ പോകും? അദ്ദേഹം ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ എന്നോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോവും. ഉറപ്പാണോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ സ്വർഗത്തിൽ പോവും. ഞാൻ ചോദിച്ചു, അങ്ങനെ താങ്കൾക്ക് ഈ ഉറപ്പ് വരാൻ കാരണമെന്താ? ഉടനടി അദ്ദേഹം എന്നോട് ഉത്തരവും പറഞ്ഞു, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാൻ ആളുകൾക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് പിടിക്കുവാൻ വേണ്ടി എല്ലായ്പ്പോഴും ആ ഒരു രീതി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുകയല്ല. ഞാൻ സ്ട്രെയിറ്റായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ പോവുകയില്ലെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, പാസ്റ്റർ പോകുമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് പോവും. അദ്ദേഹം ചോദിച്ചു, അതെന്താണ് കാരണം അങ്ങനെ പറയാൻ? ഞാൻ പറഞ്ഞു, എൻ്റെ പ്രവൃത്തിയാലേ അല്ല പോകുന്നു. എൻ്റെ പ്രവൃത്തിയാൽ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. എനിക്ക് പോകുമെന്നുള്ളതിൻ്റെ ഉറപ്പ് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിച്ച ആശ്രയത്താലാണ്. എന്നിട്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങളോടും എനിക്ക് കിട്ടിയ ആ അല്പം നേരം കൊണ്ട് ഞാൻ കൈമാറി വളരെ സന്തോഷത്തോടെ ഷെയ്ക്ക് ഹാൻഡൊക്കെ ചെയ്ത് ഞാൻ അവിടെ നിന്ന് വിട്ടു. പൊതുവെ മനുഷ്യരെല്ലാം ധരിച്ചിരിക്കുന്നത് ഇതാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ ഇച്ചിരി തിന്മ പ്രവൃത്തികൾ വരുന്നെങ്കിലും അവസാനം ഇതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട് പോലും. തിന്മപ്രവൃത്തികളും നന്മപ്രവൃത്തികളും. നന്മപ്രവൃത്തികൾ തിന്മയെക്കാട്ടിൽ കവിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മളെ അംഗീകരിക്കുമെന്നൊരു പൊതുധാരണയാണ് ജനത്തിനുള്ളത്.
ഞാൻ സംസാരിച്ച വ്യക്തി വിദ്യാഭ്യാസമുള്ളയാളാണ്, ബൈബിൾ അല്പം അറിയാവുന്നയാളാണ്. അദ്ദേഹത്തിനകത്തും കുടികൊണ്ടിരിക്കുന്ന ആശയം ഇതാണ്: അദ്ദേഹം നന്മ ചെയ്യുന്നയാളാണ് എന്ന കാരണത്താൽ ദൈവം എന്നെ സ്വീകരിക്കും. ബൈബിൾ അതല്ല പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഈ നന്മ പ്രവൃത്തി ദൈവത്തിൻ്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കെയർ ഓഫിൽ നമ്മളെ വിശുദ്ധനായ ദൈവം സ്വീകരിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നന്മ വേണ്ടാന്നോ നല്ല പ്രവൃത്തി വേണ്ടാന്നോ അല്ല. പക്ഷേ ദാനധർമ്മത്തിൻ്റെയോ ദശാംശത്തിൻ്റെയോ മറ്റേതെങ്കിലും നല്ലതായിട്ടുള്ള പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല വിശുദ്ധനായ ദൈവം എന്നെ സ്വീകരിക്കുന്നത്. വിശുദ്ധനായ ദൈവം എന്നെ സ്വീകരിക്കാൻ കാരണം കർത്താവായ യേശുക്രിസ്തു എൻ്റെ പകരക്കാരനായി യാഗമായി തീർന്നു. ആ യാഗസത്യങ്ങൾ എനിക്ക് ബോധ്യമായി അതിൽ അർപ്പിക്കുന്ന ആശ്രയത്താലാണ് എനിക്ക് ആത്മരക്ഷയുള്ളത്. ദൈവം എന്നെ സ്വീകരിക്കുന്നത്. എന്താണ് ക്രൂശിൽ നടന്നത്? യേശുക്രിസ്തു മൂലം. നമുക്കറിയാമെന്ന സത്യമാണെങ്കിലും അത് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ ത്രില്ലാണ്. പാപികളായ നമ്മളോട് ക്രൂശ് മരണം ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയത്തില്ല. ഞാൻ അനേക ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ക്രൂശ്? ദൈവത്തിന് നമ്മളോട് ക്ഷമിച്ചാൽ പോരെ? വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണം ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം ഇതാണ്: ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒന്ന്, നാണയത്തിൻ്റെ ഒരു വശം ദൈവം നീതിമാനാണ്. പാപം ചെയ്യുന്ന ദേഹി ശിക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കൽപ്പനയെ ദൈവം കണ്ണടച്ച് വിടത്തില്ല. പാപി ശിക്ഷിക്കപ്പെടണം. നമ്മളെ നരകത്തിൽ വിടുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ കോപമാണ് നമ്മുടെ മേൽ. God is angry with sinners every day. സങ്കീർത്തനങ്ങൾ 7 നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലെ 11-ാം വാക്യം പറയുന്നത്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. God is angry with sinners. റോമർ 1:18 നമുക്ക് മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്. സുവിശേഷം അംഗീകരിക്കാത്ത എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കോപമാണ്. എങ്ങനെയാണ് പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ താണഭൂമിയിൽ അയച്ച് പാപമറിയാത്തവനെ പാപമാക്കി പിതാവാം ദൈവം നമ്മുടെ പാപങ്ങൾ കർത്താവ് ചെയ്തതായി കണക്കിട്ടു. നമ്മുടെ പാപത്തെ കർത്താവിൻ്റെ മേൽ ചുമത്തി എന്നാണ് യെശയ്യാപ്രവചനം 53:6 പറയുന്നത്. അങ്ങനെ നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് കർത്താവ് ഈ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവാം ദൈവത്തിന് നമ്മളോടുണ്ടായിരുന്ന ആ കോപം ദൈവത്തിൻ്റെ പുത്രൻ്റെ മേൽ ചൊരിഞ്ഞെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മെറിറ്റിൽ എന്നെ പിതാവാം ദൈവം നീതീകരിക്കുന്നു, കുറ്റവിമുക്തനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്ത ഒരു പ്രവൃത്തികൾ കൊണ്ടല്ല, പ്രവർത്തിച്ചത് കർത്താവാണ്. ഐ ട്രസ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഇറ്റേണൽ ലൈഫ്. ഇതാണ് ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത്. നോക്കിക്കേ, വിശ്വാസത്താൽ, ഒരു പ്രവൃത്തിയാലുമല്ല, വിശ്വാസത്താൽ. അപ്പം ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ പറയാൻ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് പ്രവൃത്തി ഉണ്ടാകണം. ആ പ്രവൃത്തികൾ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ അതിന് പ്രതിഫലം കിട്ടും. അപ്പം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇനിയും പറയാൻ പോകുന്ന 4-5 കൂട്ടം കാര്യങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക്
ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മളിത് മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഒന്നാമത്തെ അനുഗ്രഹം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് സമാധാനമില്ലായിരുന്നു. നാം ദൈവത്തോട് ശത്രുതയിലായിരുന്നു. നമുക്കങ്ങനെയൊന്നും തോന്നിക്കാണുകയില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള എല്ലാ മനുഷ്യൻ്റെയും സ്ഥിതി, അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ കോപം അവരുടെ മേലാണ്. പക്ഷേ ക്രിസ്തുവേശുവിൽ അർപ്പിച്ച വിശ്വാസത്താൽ ദൈവം നമ്മളെ സ്വീകരിച്ചപ്പോൾ ഈ എൻമിറ്റി, ശത്രുത നിന്നു. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടിപ്പോൾ. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതെത്രയോ വലിയ കാര്യമാണ്, എത്രയോ വലിയ കാര്യമാണ്. അപ്പം സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകുക എന്നുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ പല അനുഗ്രഹങ്ങൾ നമ്മൾ അറിയണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ ഒന്നാമത്തെ അനുഗ്രഹം, അവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, പിന്നെയും കണ്ടോ, യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം, ആക്സസ് ടു ഗോഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവത്തോട് സമാധാനമുള്ളവർക്ക് നിൽക്കുന്ന കൃപ, രക്ഷിക്കപ്പെട്ട ദിവസം മാത്രമല്ല, ആ കൃപ അനുദിനം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാനൊക്കെ ദൈവത്തിൻ്റെ ആ ഇമ്മീഡിയറ്റ് സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. എന്താ കാരണം? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ. രണ്ടാമത്തെ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും 24/7 എവിടെ വേണേലും ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലേക്ക്, ആ കൃപാസനത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് ചെല്ലാം. കാരണം ശത്രുത മുഴുവനും തീർത്തു ക്രൂശിൽ. ദൈവം നമ്മളെ പരിഗണിക്കുന്നു, ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. We have access into the presence of God. രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം, നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ മൂന്നാമത്തെ അനുഗ്രഹം, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്താണ് ഈ ദൈവത്തിൻ്റെ തേജസ്? The glory of God. നമ്മൾ സ്വർഗത്തിലെത്തും, ദൈവത്തിൻ്റെ ആ മഹത്വം ദർശിക്കും. ആ ദൈവ തേജസ്സിൽ നമുക്കും പങ്കാളിത്തമുണ്ട്. നാമും തേജസ്കരിക്കപ്പെടും. റോമാലേഖനം 8:30 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് തേജസ്കരണം, we are justified for glorification. അപ്പം നോക്കിയ ഈ മൂന്ന് കാര്യങ്ങൾ, ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് കെയർ ഓഫ് മൈ പാസ്റ്റ്. പാപിയായിരുന്നു, ദൈവത്തോട് എനിക്ക് ശത്രുതയായിരുന്നു, പക്ഷെ ഇപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. എൻ്റെ ഭൂതകാലം മുഴുവനും ദൈവം ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പ്രസൻറ്റിൽ, വർത്തമാനകാലത്തിൽ ഐ ഹാവ് ആക്സസ് ടു ഗോഡ്. 3, എൻ്റെ ഭാവിയെ നോക്കുമ്പോൾ ഭയമല്ല എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ മഹത്വത്തിലേക്ക് എനിക്ക് കടന്നു വരാം. അതാണ് രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. We boast in our hope of sharing the glory of God. ഭാവിയെക്കുറിച്ച് എന്താണ്? ഇവിടുത്തെ വസ്തുവോ വീടോ കാര്യമല്ല. ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ആ മഹത്വത്തിൽ എനിക്ക് ഒരു ഷെയറുണ്ട്. താൻ ഇരിക്കുന്നത് പോലെ ഞാൻ കാണും കർത്താവിനെ. 1 യോഹന്നാൻ 3:2 അതല്ലേ പറയുന്നത്. അതിനകത്ത് നമ്മുടെ തേജസ്കരണവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
3 അനുഗ്രഹങ്ങൾ. എന്താ കാര്യം? എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ ഐ ബിലീവ്ഡ്. 3-ാം വാക്യം, അത് തന്നെയല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും അല്ല, ഇനിയുണ്ട് അനുഗ്രഹങ്ങൾ. സ്തോത്രം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ തേജസ്സിൽ നമ്മൾ പ്രശംസിക്കുന്നു, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വി ബോസ്റ്റ്, വി എക്സൾട്ട് ഫ്യൂച്ചറിനെ ഓർക്കുമ്പോൾ. പക്ഷെ ഈ ഫ്യൂച്ചർ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ വാസത്തിൽ കഷ്ടമുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പലിന് ഖണ്ഡനമാണിത്. എല്ലാ ആളുകളും ഇതോർത്തോണം. പക്ഷെ ആ കഷ്ടങ്ങളിൽ സാധാരണ നാട്ടുകാരൻ്റെ പ്രതികരണം ഒന്നുകിൽ കഷ്ടത്തിൽ നിന്ന് ഓടിപ്പോകണം, കഷ്ടത തരണം ചെയ്യാൻ, അതിനെ നേർക്കുനേർ നിൽക്കാൻ കഴിയുന്നില്ല, അതിനുള്ള ബലം ഒരു ലൗകികനില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ പറയാണ്, കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നെന്ന്. ഐ ബോസ്റ്റ് ഇൻ സഫറിങ്സ്. നല്ലൊരു പരിഭാഷയാണ് ഇൻ ട്രിബുലേഷൻസ്. അങ്ങനെ നമുക്ക് പ്രശംസിക്കാൻ ഒക്കുമോ? എന്തുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ കഷ്ടതയിൽ പ്രശംസിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് സമാധാനമുണ്ട്. എനിക്ക് ദൈവസന്നിധിയിൽ ഏത് സമയത്തും കയറി ചെല്ലാം. എൻ്റെ നാളെ ഞാൻ സെക്യൂറാണ്. ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഇപ്പം പറയുകയാണ്, അതുമാത്രമല്ല, കഷ്ടതയിലും നാം പ്രശംസിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരുടെയും കൈ ഉയരും. ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, പ്രത്യേകിച്ച് ഈ കഷ്ടത എന്നുള്ളത് ക്രിസ്തുവേശുവിൻ്റെ നാമം നിമിത്തമുള്ള കഷ്ടതകൾ. ഈ കഷ്ടതയിൽ പ്രശംസിക്കണമെങ്കിൽ ഒരു വെളിപ്പാട് നമുക്കുണ്ടാകണം. നോക്കിയ വാക്ക്, നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന് 4-ാം വാക്യത്തിൽ പറയുന്നതിന് തൊട്ട് മുമ്പ് 3-ാം വാക്യത്തിൽ അത് തന്നെയല്ല, കഷ്ടത എന്തെല്ലാം എനിക്ക് തരുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്, അറിവില്ലെങ്കിൽ കഷ്ടതയിൽ പ്രശംസിക്കാനൊക്കത്തില്ല. എനിക്കൊരു അറിവ് കിട്ടി, ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതകൾ എന്നിൽ ഒരു വലിയ മാറ്റം, ഒരു ക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഇപ്പം കാണത്തില്ല, പക്ഷേ മുമ്പേ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, കൊടുങ്കാറ്റുകൾ, സ്റ്റോംസ് വരും. ദൈവം അറിയാതെ ഒരു സ്റ്റോമുമില്ല. ഒന്നുകിൽ ശിഷ്യന്മാരെ വിട്ടപ്പോൾ സ്റ്റോമിലേക്കാണ് അവർ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റോം ഇങ്ങോട്ട് വരും. We will have to go through storms. വിശ്വാസത്തിൽ ഉറപ്പില്ലെങ്കിൽ ആടും, മർമർ ചെയ്യും, ഗ്രംബിൾ ചെയ്യും. പക്ഷെ ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനറിയാം, ദൈവം അനുവദിക്കുന്ന എല്ലാ കഷ്ടതയുടെ പിൻപിലും ദൈവം എൻ്റെ ആന്തരികമായി വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകുവാൻ വേണ്ടി God allows suffering in this world. ആ അറിവ് നിമിത്തമാണ് ഞാൻ പ്രശംസിക്കുന്നു. അതെന്താണ്? വലിയ സംഭവം എൻ്റെ അകത്ത് നടക്കുകയാണ്. എന്താണ് നടക്കുന്നത്? കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ പ്രത്യാശ ഉളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം നമുക്ക് പ്രോപ്പറല്ല. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു അനദർ വേൾഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ അങ്ങോട്ട് വേരുകൾ ഇറങ്ങുകയല്ല, ഈ കഷ്ടതയുടെ നടുവിൽ വരാൻ പോകുന്ന ലോകത്തിലേക്ക് നോക്കുവാൻ ആ പ്രത്യാശ, ആ സ്ട്രോങ് ആകുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നു. ഇതാണ് വിശ്വാസ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ആ 3-ാം വാക്യം
ഒന്ന് നോയിക്കേ. കഷ്ടത എന്തോ കൊണ്ടുവരുന്നു? സഹിഷ്ണുതയെ കൊണ്ടുവരുന്നു. സഹിഷ്ണുത. സഹിഷ്ണുത എന്ന വാക്ക് എൻ്റെ അർത്ഥം പെർസീവറൻസ്, പെർസീവറൻസ്, എൻഡ്യൂറൻസ്. ഈ കഷ്ടതകളുടെ നടുവിൽ, പരീക്ഷണങ്ങളുടെ നടുവിൽ, പരിശോധനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവഹിതം ചെയ്യുവാൻ, അവിടെ നിൽക്കാൻ, കഷ്ടത വിട്ട് ഓടുകയല്ല, അവിടെ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ തരും. ഞാൻ നിൽക്കുന്നു. എന്നെ നിർത്താൻ വേണ്ടി, കഷ്ടതയിൽ നിർത്താൻ വേണ്ടി, എൻ്റെ സ്വഭാവം അതിനകത്ത് മോൾഡ് ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിക്കുകയാണ്. സ്തോത്രം. അല്ലാതെ ന്യൂ ലൈഫിൽ ഒരു കഷ്ടത വന്നപ്പം അടുത്ത ലൈഫിലോട്ട് ഓടുകയല്ല. ഐ സ്റ്റേ ആൻഡ് യു സ്റ്റേ. സ്തോത്രം. പരീക്ഷണങ്ങളുടെ നടുവിൽ അത് സഹിക്കുക, ദൈവനാമം മഹിമയ്ക്ക് വേണ്ടി അത് സഹിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൂടെ ദൈവം എന്നെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ പഠിക്കുക. ക്രിസ്തുവില്ലാത്ത ഒരാളിനതൊരിക്കലും സാധ്യമല്ല. ഈ വചനങ്ങൾ എന്നോട് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടു. എത്ര ക്രൂരമായി എന്ന വാക്യം ഉപയോഗിക്കുക. എന്നോട് ഇടപെട്ടിട്ടുണ്ടെന്നറിയാമോ ആളുകൾ? Praise the Lord. God gave the grace to stay put. ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഡിമാൻഡിങ് ബോസ് ആയിരിക്കാം, നിങ്ങളെ മാനസികമായിട്ട് വളരെ പീഡിപ്പിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹത്തിൽ ആ ബന്ധത്തെ ശിഥിലമാക്കുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റ ചട്ടമായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ വെളിപ്പാടുള്ളവൻ നിൽക്കുകയാണ് അവിടെ. കാരണം ആ സ്ട്രഗിൾ, അതിനകത്ത് ഞാൻ കല്യാണം വിട്ട് ഓടുകയല്ല, കമ്പനി വിട്ട് ഓടുകയല്ല, സഭ വിട്ട് ഓടുകയല്ല. ഐ സ്റ്റേ ദേർ. കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം കഷ്ടതകൾ അനുവദിക്കും. ചില സമയത്ത് ഈ കഷ്ടതകൾ നമ്മുടെ തന്നെയായിട്ടുള്ള ബാഡ് ചോയ്സസ് നിമിത്തമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ നിരപരാധികളായിരിക്കാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഇത് വരും. അപ്പോൾ കഷ്ടത സഹിഷ്ണുതയെ, ആ സമയത്തൊക്കെ റോമർ 8:28 ഓർത്തോണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് നാം അറിയുന്നു. കൂട്ടം കൂടി എന്നെ വേട്ടയാടിയിട്ടുണ്ട്. കൂട്ടം കൂടി അതുണ്ട്. അതെൻ്റെ ഓഹരിയാണ്. എന്താ നിൽക്കുന്നത്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഗോഡ്സ് നെയിം ബി ഓണേർഡ്. എന്നിൽ നിന്ന് വർത്താനം വല്ലതും കേൾക്കാൻ എന്നെ കുത്തി കുത്തി നോക്കി ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മിണ്ടത്തില്ല. മിണ്ടാതിരിക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചാൽ എന്നാ മിണ്ടാത്ത? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുക. കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത. സിദ്ധത എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട സ്വഭാവം. കഷ്ടതയിൽ പിടിച്ചു നിൽക്കുക. പിടിച്ചു നിൽക്കുമ്പോൾ പ്രൂവൺ ക്യാരക്ടർ. ആത്മീകമായി ടെസ്റ്റ് ചെയ്ത് പ്രൂവൺ ആകണം. ഇത് പ്ലാസ്റ്റിക് സ്റ്റഫാണോ ഒറിജിനൽ മെറ്റലാണോ എന്ന് തീക്കകത്തിട്ടേലേ അറിയത്തുള്ളൂ. അത് ചിലപ്പോൾ കുടുംബ വിഷയമായിരിക്കാം, ചിലപ്പോൾ അയൽവക്കക്കാർ നിമിത്തമുള്ള വിഷയമായിരിക്കാം, ചിലപ്പോൾ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയിലെ വിഷയമായിരിക്കാം. എന്തുമാകട്ടെ, ചിലപ്പോൾ ഞാനൊരു പാസ്റ്ററായിട്ട് ചർച്ചിലെ വിഷയമായിരിക്കാം. സ്തോത്രം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ആഹ്വാനം തന്നു, നിങ്ങൾ പറയും കറക്റ്റ്, ഇതെല്ലാം സഹിക്കുന്നുണ്ടെന്ന്.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടയാളിന് ഇത് ഉണ്ട്. ചില സഹോദരിമാരുടെയൊക്കെ മുഖം കാണുന്നവരൊക്കെ ചിരിക്കുകയാണ്, കറക്റ്റാണ്. അപ്പോൾ ഇന്ന് വന്ന ദൂത് ഇത് നമുക്കുണ്ട്. അത് നമ്മളെ തകർക്കത്തില്ല, അത് നമ്മളെ പണിയാ. നമ്മൾ അതിനകത്ത് പിടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് പ്രൂവൺ ക്യാരക്ടർ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക. പ്രൈസ് ദി ലോർഡ്. ഇത് പഠിക്കണം കേട്ടോ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. ഇത് മാലാഖയെ കണ്ടതൊന്നുമല്ല. പച്ച മാലാഖ, നീല മാലാഖ, ചുവന്ന മാലാഖ. ഇത് മാലാഖയല്ല, ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. യു ലിസൺ ടു ദ ട്രൂത്ത്. അല്ലെങ്കിൽ കഷ്ടതകളുടെ നടുവിൽ നമ്മൾ ഭയന്നു പോകും. നമ്മൾ ഓർക്കേണ്ടത് ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവത്തോട് സമാധാനമുണ്ട്, എനിക്ക് ഏത് സമയത്തും ദൈവസന്നിധിയിൽ ചെല്ലാം, സ്വർഗത്തിലെ കുറിച്ചുള്ള എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്. യെസ്. അപ്പോൾ തന്നെ വചന സ്പഷ്ടമായിട്ട് പറയുകയാണ്, ദൈവം അംഗീകരിച്ചതിൻ്റെ ജീവിതത്തിൽ സഫറിങ്സ് ഉണ്ട്, ട്രിബുലേഷൻ ഉണ്ട്. അതെന്തിനാ? ഹി ഈസ് ബിൽഡിങ് യുവർ ക്യാരക്ടർ. എൻ്റെ പ്രത്യാശയെ അത് സ്ട്രോങ് ആക്കുക. അല്ല ഇവിടെ വേരിറങ്ങും. ഇങ്ങനെ കഷ്ടതയിലൂടെ തീച്ചൂളയിലൂടെ ഇട്ടിട്ട് നമ്മുടെ സ്വഭാവത്തെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപം ആക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, പൊതു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തുള്ള കീടങ്ങളെയൊക്കെ ഈ ട്രിബുലേഷനിലൂടെ കടത്തിവിടുമ്പോൾ ഒരു പ്രൂണിങ്ങും, കട്ട് ചെയ്ത് മാറ്റേണ്ടത് കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപമാക്കുക. അതുകൊണ്ട് കഷ്ടങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. ഇത് വസ്തുത്തിലൊരു ചെയിൻ പോലെയാണ്, അല്ലേ? വൺ ബൈ വൺ ബൈ വൺ. സ്തോത്രം, സ്തോത്രം. പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആ കഷ്ടങ്ങൾ എന്നുള്ളത് ബഹുവചനത്തിലാണെന്നുള്ളത് വിട്ടുപോകരുത്. എന്നിട്ട് 5-ാം വാക്യം കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പോൾ നോക്കിയേ, അനുഗ്രഹങ്ങൾ കണ്ടോ? ദൈവത്തോട് എനിക്ക് സമാധാനമുണ്ട്, ദൈവസന്നിധിയിലേക്കുള്ള ആക്സസ് എനിക്കുണ്ട്, എനിക്ക് നിത്യതയിലേക്കുള്ള പ്രത്യാശയുണ്ട്, ഉറപ്പുണ്ട്, എൻ്റെ ഭാവി. ഐ ഷെയർ ഇൻ ദ ഗ്ലോറി ഓഫ് ഗാഡ്. 4, പ്രത്യാശ എനിക്കുണ്ട്. ആ പ്രത്യാശയെ മോൾഡ് ചെയ്തെടുത്തതാ കഷ്ടങ്ങളൊക്കെ ഇട്ട്. എന്നിട്ട് 5-ാം വാക്യത്തിൽ തുടങ്ങുന്ന പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രത്യാശയുണ്ട്, കഷ്ടങ്ങളിലും പ്രത്യാശയാണ് എനിക്ക്. ആ പ്രത്യാശ ചുമ്മാ പ്രത്യാശയല്ല. ഇന്ന് മഴ കാണുമെന്നൊരു പ്രത്യാശ എനിക്കുണ്ട്, കാണാതിരിക്കാനും. അതല്ല ബൈബിൾ പ്രത്യാശ, ഉറപ്പാണ് എനിക്ക്. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ഭംഗം വരുന്നില്ല. ഹോപ്പ് വിൽ നെവർ ബിട്രേ. അതൊരു ഇല്യൂഷൻ അല്ല, ഉറപ്പാണ്. ഒരിക്കലും എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ബാക്കി. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എന്താണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദാനമായി തന്നിരിക്കുന്നു. ഓർത്തോണോ ഈ ബൈബിൾ ഉപദേശം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ ആശ്രയം അർപ്പിച്ചാൽ ആ മിനിറ്റിൽ, ആ സെക്കൻഡിൽ ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകരും. അല്ല നമ്മൾ പിടിച്ചു മേടിക്കുമൊന്നുമല്ല, ദൈവം ആത്മാവിനെ പകരുകയാണ്.
എഫേസ്യ ലേഖനം 1:13-14 വാക്യങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണെന്നാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് റിയലാക്കി തരും. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമല്ല, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തി കാണരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ മാത്രമാണ് ആത്മപ്രവൃത്തിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. God pours out his love എന്ന ഇതൊരു ട്രിക്കിൾ പോലെ 2 തുള്ളി സ്നേഹമല്ല, നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുക. അതനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങളോട് സ്നേഹമാണ്. അത് വ്യക്തിപരമായി നമ്മുടെ അനുഭവം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നാണ്. ഹോളി സ്പിരിറ്റാണ് അത് തരുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. ഇവിടെ സ്നേഹമെന്നുള്ളത് നമുക്കറിയാവുന്ന മൂലഭാഷയാണല്ലോ അഗപ്പേ സ്നേഹം. സ്വയം കൊടുക്കുന്ന, സാക്രിഫിഷ്യലായിട്ടുള്ള, മറ്റൊരാളിൻ്റെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള സ്നേഹം. അല്ലാതെ ഇത് വെറുതെ ഒരു സെൻറ്റിമെൻ്റൽ സ്നേഹമല്ല. ദൈവം തന്നെ നമുക്ക് വേണ്ടി ദൈവത്തെ തന്നെ, ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് തരികയാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയാണ്. കൃപ ധാരാളമായി നമ്മുടെ മേൽ പകർന്ന് അവിടുന്ന് നമ്മളെ നടത്തുകയാണ്, നമ്മൾക്ക് വേണ്ടി തരികയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വലിയ കടൽ പോലെയാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കിട്ടി ഇത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ നന്മയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അത് എക്സ്പീരിയൻഷ്യലായി, അതൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകൻ്റെ ഇമ്പശബ്ദം കേട്ടതല്ല. യു നോ ഇറ്റ് ബിക്കോസ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യു. എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോയെന്ന് അറിയത്തില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ പാപത്തിന് വേണ്ടി ചെയ്തതെന്ന് ബോധ്യം വരുമ്പോൾ, അതിൽ വിശ്വസിച്ച് എൻ്റെ ആശ്രയം അർപ്പിക്കുമ്പോൾ ദൈവം എന്നെ അംഗീകരിക്കുകയും എൻ്റെ ഉള്ളിൽ അവിടുത്തെ ആത്മാവിനെ തരികയും ചെയ്യുന്നു. സ്തോത്രം. പെന്തക്കോസ്റ്റൽ വിശ്വാസം അനുസരിച്ച് ഇതിന് ശേഷം ആത്മനിറവിൻ്റെ അനുഭവം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, അത് ആത്മാവ് നമ്മുടെ ആളത്വത്തെ മുഴുവനും സ്വാധീനിക്കുന്ന അനുഭവം. എന്നാൽ ആത്മസ്നാനത്തിന് മുൻപ് തന്നെ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, ശക്തിയുള്ള വ്യക്തിയാണ്. God by his spirit takes residence in your spirit. എന്ത് വലിയ കാര്യമാണ്! ഏത് കഷ്ടങ്ങളിലും പ്രത്യാശ വിടാതെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ദാനമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. എന്തൊരു വലിയ പദവിയാണ്, എന്തൊരു വലിയ പദവിയാണ് രക്ഷിക്കപ്പെടുവാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂടെ പഠിച്ചവർക്ക് എന്താ ഇത് മനസ്സിലാകാത്തത്? നമ്മുടെ ബന്ധത്തിൽപ്പെട്ട എത്രയോ പേരോട് നിങ്ങൾ സുവിശേഷം പറയാൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി. സുവിശേഷം കേൾക്കുമ്പോൾ നമുക്കൊരു ത്രില്ല. എങ്ങനെ ഇത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മനസ്സലിവാണ്,
ദൈവം നമ്മളെ ഇത് കാണിച്ചത്. നമ്മുടെ മക്കൾ അറിയേണ്ടത് ഇതാണ്: യു ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ദൈവം നമ്മളെ അപ്രൂവ് ചെയ്തു, ദൈവം നമ്മെ സ്വീകരിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ. യെസ്, അതിനൊരു ഡൗട്ടും ഒന്നുമില്ല. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ സ്വർഗത്തിൽ പോകും. പക്ഷേ ഈ ഭൂമിയിൽ എന്താ? ഈ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കഷ്ടതയുണ്ട്. പക്ഷെ കഷ്ടതയിലും പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധത, പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അതെന്നാ കാര്യം? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മളെ അറിയിക്കുകയാണ്. സ്വത്രം സ്വത്രം സ്വത്രം.